അവൻ മുഹമ്മദ് കോയ. അവൻ മരിക്കാൻ പാടില്ലായിരുന്നു. അവൻ്റെ 2 കാലുകളും കൈകളും വെട്ടിയെടുക്കണമെന്നായിരുന്നു എനിക്ക്. പിന്നീട് ഒരിക്കലും അവൻ ഈ പണി ചെയ്യരുത്. വേദനിച്ച് നരകിച്ച് പുഴുവരിച്ച് അവൻ ചാകണമായിരുന്നു. മകളെ നഷ്ടപ്പെട്ട ഒരച്ഛൻ പറഞ്ഞ വാക്കുകളാണിത്. ഈ അച്ഛനെ നമ്മളറിയും, ശങ്കരനാരായണൻ. മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ. 2001 ഫെബ്രുവരി 9 ശങ്കരനാരായണൻ്റെ മകൾ കൃഷ്ണപ്രിയ എന്ന 7ാം ക്ലാസ്സുകാരി സ്കൂളിൽ പോയതാണ്. സാധാരണ അവൾ വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞു. ഒരു റബ്ബർ തോട്ടത്തിനിടയിലൂടെയാണ് അവൾക്ക് വീട്ടിലേക്ക് വരേണ്ടിയിരുന്നത്. കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുകയാവും, അതായിരിക്കാം താമസിക്കുന്നത്. ഇങ്ങനെയൊക്കെ കൃഷ്ണപ്രിയയുടെ അമ്മ ശാന്തകുമാരി സമാധാനിച്ചു. നേരം ഇരുട്ടി തുടങ്ങി. അവളുടെ അച്ഛൻ ശങ്കരനാരായണൻ പശുവിനെ വളർത്തിയാണ് തൻ്റെ കുടുംബം പുലർത്തിയിരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അച്ഛൻ ശങ്കരനാരായണനും വീട്ടിലെത്തി. അവൾ എവിടെ പോയി? ഇത്രയും വൈകുന്നതല്ലല്ലോ. എന്തെങ്കിലും ആപത്ത് പിണഞ്ഞിട്ടുണ്ടാകുമോ കുഞ്ഞിന്? ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ ആ അച്ഛനമ്മമാരുടെ ഉള്ളിലൂടെ കടന്നുപോയി. പിന്നെയും അവർ സമാധാനിച്ചു. ഇനി കൂട്ടുകാരുടെ വീട്ടിലെങ്ങാനും പോയി കാണുമോ? അങ്ങനെ വരാൻ വഴിയില്ല. സ്കൂൾ വിട്ടാൽ ഓടി വീട്ടിലെത്തുന്ന കുട്ടിയാണ്. പിന്നീട് അവൾക്ക് എന്തു പറ്റി? എന്തായാലും നേരം നന്നായി ഇരുട്ടി. അയൽപ്പക്കക്കാരെല്ലാം കൃഷ്ണപ്രിയയുടെ വീടിൻ്റെ മുറ്റത്തെത്തി. എന്തായാലും കുഞ്ഞിന് തിരഞ്ഞു പോകാം. കയ്യിൽ കിട്ടിയ ടോർച്ചും മെഴുകുതിരികളുമൊക്കെയായി അയൽക്കാരും ശങ്കരനാരായണനുമൊക്കെ കുട്ടിയെ തിരക്കി ഇറങ്ങി. അക്കൂട്ടത്തിൽ തൊട്ടടുത്ത വീട്ടിലെ മുഹമ്മദ് കോയയും ഉണ്ടായിരുന്നു. കുട്ടിയെ തിരയാൻ മുന്നിൽ നിന്നത് മുഹമ്മദ് കോയ തന്നെയായിരുന്നു. അയാളുടെ മുഖത്ത് വല്ലാത്ത സങ്കടം അലയടിക്കുന്നുണ്ട്. ആ പരിസരത്തുള്ളവർക്കെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു കിലുക്കാംപെട്ടി പോലെ ചിരിച്ചുകൊണ്ട് നടന്നിരുന്ന ആ 13കാരി. അങ്ങനെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ റബ്ബർ തോട്ടത്തിൽ കൃഷ്ണപ്രിയ കമിഴ്ന്നു കിടക്കുന്നത് കണ്ടു. എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് എത്തി. അവരവളെ തിരിച്ചു കിടത്തി. അപ്പോഴേക്കും അവൾ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവളുടെ യൂണിഫോം കീറിയിരുന്നു. ശരീരത്തിൽ രക്തക്കറയും കണ്ടു. ഒരു ഞെട്ടലോടെ കൂടി നിന്നവർ ആ സത്യം മനസ്സിലാക്കി. കൃഷ്ണപ്രിയ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി കഴിഞ്ഞിരുന്നു. ശങ്കരനാരായണൻ മകളുടെ മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ. അപ്പോഴേക്കും അയാൾ ബോധമറ്റ് വീണിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൃഷ്ണപ്രിയയുടെ മൃതദേഹം സംസ്കരിച്ചു. പ്രതിക്ക് വേണ്ടി പോലീസിന് ഒരുപാടൊന്നും അലയേണ്ടി വന്നില്ല. കൃഷ്ണപ്രിയയുടെ അയൽക്കാരനായ ഇളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ എന്ന 25കാരനെ 2 ദിവസങ്ങൾക്കു ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടികൂടുമ്പോൾ കൃഷ്ണപ്രിയയുടെ ദേഹത്തു നിന്ന് മോഷ്ടിച്ച ഇത്തിരി പൊന്നും കോയയുടെ കയ്യിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ അയാളെ റിമാൻഡ് ചെയ്തു. കുറേ നാൾ ജയിലിൽ കിടന്ന ശേഷം മുഹമ്മദ് കോയയ്ക്ക് ജാമ്യം കിട്ടി. മുഹമ്മദ് കോയ ഇത് ചെയ്യുമെന്ന് ശങ്കരനാരായണൻ എന്നല്ല ഒരാളും കരുതിയിരുന്നില്ല. പക്ഷേ മകൾ പോയതിൽ പിന്നെ ശങ്കരനാരായണൻ ഉറങ്ങിയില്ല. അയാൾക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. കൃഷ്ണപ്രിയ അച്ഛനോടൊപ്പമാണ് എന്നും ഉറങ്ങിയിരുന്നത്. അയാളുടെ നെഞ്ചിൽ ചൂടേറ്റ് അയാൾ താനും മകളും ഉറങ്ങിയിരുന്ന കട്ടിലെടുത്ത് മുറ്റത്തിട്ടു. പിന്നീട് അവിടെ കിടന്നായി അയാളുടെ ഉറക്കം. പൊന്നുപോലെയാണ് അയാൾ അവളെ കൊണ്ടു നടന്നിരുന്നത്. കൃഷ്ണപ്രിയയുടെ മരണം ശങ്കരനാരായണൻ്റെ ജീവിതത്തെ വല്ലാതെ തകർത്തു തരിപ്പണമാക്കി കളഞ്ഞു. 2 ആൺമക്കൾക്കു ശേഷം ഈശ്വരൻ അയാൾക്ക് കൊടുത്ത മകളായിരുന്നു കൃഷ്ണപ്രിയ. പ്രകാശിനും പ്രസാദിനും ശേഷം കിട്ടിയ ആ മകളെയാണ് ഒരു നരാധമൻ പിച്ചി ചീന്തി കൊന്നത്. കുറേ നാൾ അവൻ ജയിലിൽ കിടക്കും. പിന്നീട് ശിക്ഷ കഴിഞ്ഞിറങ്ങും. ഒരുപക്ഷെ വീണ്ടും ഇത് ആവർത്തിക്കും. തൻ്റെ മകൾക്കുണ്ടായ വിധി മറ്റൊരു പെൺകുഞ്ഞിന് കൂടി ഉണ്ടാകരുത്. ശങ്കരനാരായണൻ മനസ്സിൽ ചില തീരുമാനങ്ങളെടുത്തു. ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയയോട് ഒരു വിരോധവും ശങ്കരനാരായണൻ കാണിച്ചില്ല. നാട്ടുകാരൊക്കെ അന്തം വിട്ടു. ഇയാൾ എന്താണ് ഇങ്ങനെ? അവർ പരസ്പരം ചോദിച്ചു. മുഹമ്മദ് കോയയോട് ശങ്കരനാരായണൻ പഴയതുപോലെ സൗഹൃദത്തിലായി. രാത്രിയിൽ വീടിനടുത്തുള്ള പാറപ്പുറത്തിരുന്ന് ശങ്കരനാരായണൻ മുഹമ്മദ് കോയയോടൊപ്പം മദ്യപിച്ചു. പക്ഷേ അയാളുടെ ഉള്ളിൽ പ്രതികാര ചിന്ത ഉമിത്തി പോലെ നീറുകയായിരുന്നു എന്നുള്ള കാര്യം കോയ അറിഞ്ഞില്ല. 2002 ജൂലൈ മാസത്തിലെ ഒരു പ്രഭാതം. ആ പ്രഭാതം ഉണർന്നത് മുഹമ്മദ് കോയയുടെ മരണവാർത്ത അറിഞ്ഞാണ്. വെടിയേറ്റാണ് കോയ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആരാണ് കൊന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ലായിരുന്നു. ഒരുപാട് പേർ സന്തോഷിച്ചൊരു ദിവസം കൂടിയായിരുന്നു അത്. മനുഷ്യൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ അയാൾ ചെയ്തത് ശരിയാണെങ്കിലും നിയമത്തിന് മുന്നിൽ അത് തെറ്റ് തന്നെയാണ്. 2 ദിവസങ്ങൾക്കു ശേഷം ശങ്കരനാരായണനും അയാളുടെ 2 കൂട്ടാളികളും അറസ്റ്റിലായി. കോടതി അയാളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് കേസ് പരിഗണിച്ചത്. ശങ്കരനാരായണനും കൂട്ടാളികൾക്കും കിട്ടിയത് ജീവപര്യന്തമാണ്. പിന്നീട് അപ്പീലുമായി ശങ്കരനാരായണൻ ഹൈക്കോടതിയിലെത്തി. എന്നാൽ 2006 മെയ്യിൽ തെളിവുകളുടെ അഭാവവും മൃതദേഹം കണ്ടെടുക്കുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ചയും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ശങ്കരനാരായണനെയും കൂട്ടാളികളെയും വെറുതെ വിട്ടു. ക്രൂര മനസ്സിനുടമയായ മുഹമ്മദ് കോയയ്ക്ക് മറ്റു ശത്രുക്കൾ ഉണ്ടായിരിക്കാമെന്ന് കോടതി നിരീക്ഷിച്ചു. അതുവരെ അയാൾ താടിയും മുടിയും നീട്ടി വളർത്തിയിരുന്നു. കോടതി വെറുതെ വിട്ടതോടെ അയാൾ താടി വടിച്ചു. വല്ലാത്തൊരു പ്രതികാര കഥയായിരുന്നു ശങ്കരനാരായണൻ്റേത്. ഈ കഥയിൽ
അയാൾ വില്ലനാണോ അതോ നായകനാണോ എന്നുള്ള കാര്യം സമൂഹം തീരുമാനിക്കട്ടെ. പക്ഷേ പെൺമക്കളുള്ള ഏതൊരച്ഛനും ഏതൊരമ്മയും പറയും, ശങ്കരനാരായണൻ നിങ്ങൾ നായകനാണ്. ഒരുപാട് പേരുടെ മനസ്സിൽ ഇടം നേടിയ ആ അച്ഛൻ തൻ്റെ 75-ാം വയസ്സിൽ ഇക്കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം അന്തരിച്ചു. അവസാനമായി കണ്ണടയ്ക്കുമ്പോൾ ആ അച്ഛൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടായിരിക്കും എന്നുറപ്പാണ്. നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് മനുഷ്യൻ നിയമം കയ്യിലെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ശങ്കരനാരായണൻ എന്ന അച്ഛൻ.